വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമം പൂർണ്ണമായും റദ്ദാക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും വഖഫ് ബോർഡിനെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരികയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു പറയും. വഖഫ് നിയമ ഭേദഗതി അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളായിരുന്നു സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗും കോൺഗ്രസും ഇടതു സംഘടനകളും വ്യക്തികളും ഉൾപ്പെടെ 70-ലധികം ഹർജികൾ കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു. മെയ് 2-ാം വാരം ആ കേസിൽ വിശദമായ വാദം സുപ്രീം കോടതി കേട്ടു. 3 ദിവസം തുടർച്ചയായിട്ടുള്ള വാദം കേൾക്കലാണ് കേസിന്മേൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കോടതി അറിയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ: ഒന്ന്, നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിട്ടുള്ള പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം പൂർണ്ണമായും റദ്ദാക്കാൻ കോടതിക്ക് സാധിക്കില്ല. അതുമാത്രമല്ല, വഖഫ് നിയമ ഭേദഗതിയിൽ ഭരണഘടനാ വിരുദ്ധമായി യാതൊന്നും തന്നെയില്ല. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരികയും വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വഖഫ് ബോർഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാരണവശാലും വഖഫ് ബോർഡിനെ തകർക്കുക എന്ന ഉദ്ദേശം സർക്കാരിനില്ല. കൂടാതെ ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കൾ വഖഫ് ചെയ്യുന്നതിനുള്ള രീതികൾ അത് നിയമപരമാക്കുന്നു. വാക്കാലുള്ള വഖഫിന് പകരം ഇനിയൊരു ഭൂമി വഖഫ് ചെയ്യണമെങ്കിൽ അത് രേഖാമൂലം ചെയ്യണം. കൂടാതെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ കളക്ടർ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകും. കൂടാതെ നിലവിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്, ഒരു ഭൂമി വഖഫാണെന്ന് അവകാശവാദം ഉന്നയിച്ചാൽ, വഖഫ് ബോർഡ് ആ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചാൽ പിന്നീട് അത് വഖഫ് അല്ല, അല്ലെങ്കിൽ ആ തെളിയിക്കേണ്ട ബാധ്യത ആ ഭൂമിയുടെ നിലവിലെ കൈവശം വെച്ചിട്ടുള്ള ആളിനാണ്. അതും വഖഫ് ട്രൈബ്യൂണൽ നിലവിൽ കോടതിക്ക് മുൻപിലേക്ക് ആ കേസ് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വഖഫ് ബോർഡ് ഒരു ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അത് ആദ്യം വഖഫ് ട്രൈബ്യൂണൽ തന്നെയും പിന്നീട് അതിന്മേൽ പരാതി ഉണ്ടെങ്കിൽ 90 ദിവസത്തിനകം കോടതിയിലേക്ക്, അത് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിലേക്കും നീതിപീഠത്തിന് മുൻപിലേക്കും ആ വിഷയം എത്തുന്ന രീതിയിലുമെല്ലാമാണ് വഖഫ് നിയമത്തിലൊരു സുപ്രധാനമായ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുൻപിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഹർജിക്കാർ വാദിച്ചിട്ടുള്ളത് ഇത് വഖഫ് ബോർഡിനെ തകർക്കാനുള്ള ഉദ്ദേശമാണ്. ഒപ്പം വഖഫിൻ്റെ ഭൂമി പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ്. കൂടാതെ വഖഫ് ട്രൈബ്യൂണലിൽ അമുസ്ലിമുകളായ ആളുകളെ നിയമിക്കുന്നതിനെതിരെയും ഹർജിക്കാർ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നിയമവിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ കോടതി യാതൊരു കാരണവശാലും തയ്യാറാകില്ല. കാരണം ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നുള്ളത്, ഈ 70ഓളം ഹർജികൾ കോടതിക്ക് മുൻപിലുള്ളപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം വഖഫ് നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ വാദം കേൾക്കലിൻ്റെ ഒരു ഘട്ടത്തിലും ആ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ നിയമത്തിലെ ചില വകുപ്പുകൾ, അതായത് വഖഫ് ട്രൈബ്യൂണലിൽ അമുസ്ലിമുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ ഭൂമി പരിശോധിക്കുന്നതിന് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയുമായി ബന്ധപ്പെട്ടുമെല്ലാം, അതായത് വഖഫ് നിയമത്തിനുള്ളിലെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. അതിന്മേൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് കോടതി ഉത്തരവുണ്ടാകുമ്പോൾ ചിലപ്പോൾ വഖഫ് നിയമ ഭേദഗതിയിലെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അത് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. പക്ഷേ വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ പൂർണ്ണമായും സ്റ്റേ ചെയ്യാനോ കോടതി ഒരുങ്ങില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്ത് വലിയ പ്രശ്നം വഖഫ് ബോർഡ് ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുനമ്പം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ക്ഷേത്രഭൂമികൾ പോലും, തമിഴ്നാട്ടിലെ ക്ഷേത്രഭൂമികൾ പോലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചാൽ ഈ നിയമ ഭേദഗതി വരുന്നതിന് മുൻപാണെങ്കിൽ അത് വഖഫ് ട്രൈബ്യൂണൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു നിയമ നടപടി അല്ലെങ്കിൽ അതിന് തെളിയിക്കാൻ പരാതിക്കാരന് സാധിക്കുക. പക്ഷേ അത്തരം കേസുകൾ പരിശോധിക്കുമ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുൻപിലെത്തിയിട്ടുള്ള, മുൻകാലങ്ങളിൽ എത്തിയിട്ടുള്ള 90%-ലധികം കേസുകളും വഖഫിന് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് വഖഫ് ട്രൈബ്യൂണൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുൻപിലേക്കും നീതിപീഠത്തിന് മുൻപിലേക്കും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്തിക്കുന്നതിനും ഒപ്പം നിലവിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡ് അനധികൃതമായ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനുമാണ് ഈ ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ മെയ് 2-ാം വാരത്തിൽ വിശദമായ വാദം ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതി ബെഞ്ച് കേട്ടിരുന്നു. മെയ് 22-നാണ്
കേസ് കോടതി ഉത്തരവ് പറയാനായി മാറ്റിവെച്ചിട്ടുള്ളത്. ആ കേസിലെ ഉത്തരവ് ഇന്ന് 10:30-ക്ക് ശേഷം കോടതി പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. രാഖി. ശരി ജിഷ്ണു, വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.